അതുപോലെ തന്നെ ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റഡി ഞാൻ വായിച്ചിട്ടുണ്ട്. അത് എവിടെ എന്താന്നൊന്നും എനിക്ക് സൈറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോ ഞാൻ എപ്പളും വിചാരിക്കലുണ്ട് എങ്ങനെയാണ് ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ളത്, എങ്ങനെയാണ് സ്ത്രീകൾക്കൊക്കെ ഇത്രയും പോസിറ്റീവായിട്ട് പോൺ പോസിറ്റീവാണ്. പക്ഷെ അതിലെ പല കാര്യങ്ങളും എനിക്ക് എനിക്ക് അതായത് അവര് എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ബർത്ത് ഓർഗനെ എങ്ങനെയൊക്കെയാണ് അവര് മിസ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. പലതരത്തിലുള്ള സാനിറ്റൈസറോ അങ്ങനത്തെ എന്തെല്ലൊക്കെ ഇടുന്നതും അതൊക്കെ ഫാന്റസി ആണേ കൂടെ അതൊന്നും അത്ര പിന്നെ അതൊക്കെയാണെങ്കിൽ നമ്മളെ നാട്ടിൽ എന്തായാലും ആണുങ്ങളാണ് ഇതൊക്കെ കൂടുതൽ കാണുന്നത്. പെണ്ണുങ്ങളെക്കാട്ടും അല്ല, കുറച്ച് ഒരു എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ചെയ്യുന്ന BDSM ആണെങ്കിൽ ആണ്, BDSM ആണോ ഇപ്പൊ അല്ലെങ്കിൽ ഓറൽ സെക്സ്, ഈ വക എല്ലാ സാധനങ്ങളും പേഴ്സണൽ ചോയ്സ് ആണ്. സെക്സ് എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണൽ ചോയ്സ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ BDSMല് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇപ്പൊ പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാരും രണ്ടുപേരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നില്ലെങ്കിൽ നമുക്കും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നണ്ട എന്നാണ് എൻ്റെ അതെ ഒരു അതെ 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 അഭിപ്രായം. തീർച്ചയായിട്ടും. അതെ, അതെ, അതെ. ഏഹ് പിന്നെ ഉം വേറൊരു വ- കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അൽഗോരിതം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മൾ മുന്നേ സെർച്ച് ചെയ്യുന്നതിന് അനുബന്ധപ്പെട്ട കുറേ വീഡിയോസ് കാണുക. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ എന്തെങ്കിലും ഇൻട്രസ്റ്റിന്റെ പേരിൽ അല്ലെങ്കിൽ ഒന്ന് അറിയാനുള്ള പേരിൽ എന്തിനെങ്കിലും കാണുകയോ അല്ലെങ്കിൽ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അനുബന്ധപ്പെട്ട വീഡിയോസ് മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അങ്ങനെയാണ് എന്നുള്ളത് ഗൂഗിൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. എന്ന് കരുതി അതാണ് അതിൽ കൂടുതൽ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ പോൺ വീഡിയോസിൽ ഒരുപാട് തലങ്ങളുണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പോലും പറ്റാത്ത തരത്തിലുള്ള തലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊരു പറഞ്ഞ തെറ്റായ പോയിന്റ് ഇൻഫർമേഷൻ ആണ്. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ എന്താണ് സെക്സ് എന്ന് അറിയുന്നത് ആണുങ്ങൾക്ക് പലതും ഇങ്ങനെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ സ്ത്രീകൾ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടാണ് അതിൽ കാണിക്കുന്നത്. അപ്പൊ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ളത് പാഷൻ ശരിയാണ്, ആയിട്ടുള്ള നിങ്ങളുടെ ചോയ്സ് ഒരു ഓക്കെ. ഇപ്പൊ അല്ല ഞാനും അതല്ല എന്റെ ഞാൻ എന്താ പാർട്ട്ണർ ഇവിടെ പറഞ്ഞതെന്ന് അറിയോ? ആ ഒരു ഒരുപാട് ഒരുപാട് വെയിറ്റ് പാർട്ട്നേഴ്സ് ആയിട്ട് ഒരുപാട് പാർട്ട്നേഴ്സ് ഒരു മിനിറ്റ്. അതായത് നമ്മൾ ഇതിപ്പോ ഇങ്ങനെ ഒരു വാഗ്വാദം എന്നുള്ള രീതിയിലേക്കാൾ കൂടുതൽ ഇപ്പൊ അറിഞ്ഞിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അഭിപ്രായം എന്താന്ന് വെച്ചാൽ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ ഓക്കെ എല്ലാവർക്കും അവര് സംസാരിക്കാൻ ഓക്കെ അവസരമുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഓക്കെ. ഒരുപാട് പാർട്ട്നേഴ്സ് ആയിട്ട് ഒരുപാട് സെക്ഷൽ കോണ്ടാക്റ്റിൽ നിന്ന് ആ സ്ത്രീ എഴുതിയിട്ടുള്ള ആർട്ടിക്കിളാണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും ഈ ഒരു ആവശ്യത്തിന് വരും എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിന്റെ ഒന്നും സൈറ്റേഷൻസ് എടുത്തു വെച്ചിട്ടില്ല. അവര് പറഞ്ഞത് അവർക്ക് ഓൾഡർ ജനറേഷൻ ആയിട്ടുള്ളതാണ് കൂടുതൽ ക്ലൈമാക്സ് വന്നതും സന്തോഷം കൂടിയതും. കാര്യം അവര് പറയുന്നത് ഇവരൊക്കെ തന്നെ ജെന്യുവൻ ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചവരായിരുന്നു. അത് എന്നെ കൂടെ കൺസിഡർ ചെയ്തു. രണ്ടാമത്തെ ടീം എന്ന് പറഞ്ഞാൽ ഈ പോണിന് ഒരുപാട് കാണുന്നത് കൊണ്ട് തന്നെ അവരുടെ മാസ്കുലൈനിറ്റി കാണിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള നിലക്ക് ഭയങ്കര ഹാർഷ് ആയിരുന്നു, ഭയങ്കര ഹാർഡ് കോർ ആയിരുന്നു. അപ്പൊ അവൾക്ക് അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ഇജാക്കുലേറ്റ് ചെയ്തു. പിന്നെ അതുകൊണ്ട് ഈ പറഞ്ഞ ഈ റിട്രാക്ഷൻ പീരിയഡ് ഇതൊക്കെ തന്നെ അവർക്ക് അതുകൊണ്ട് തന്നെ ഈ പോണിട്ട് ഒരു പിന്നെ എന്താ പറയാ പോൺ കാരണം മാത്രം ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ള ഒരു ജനത. പോണ് തെറ്റാന്നല്ല പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള പെട്ടെന്നുള്ള ഫോഴ്സ് ചെയ്തിട്ടുള്ള ആ രീതിയിലുള്ളത് വന്നതുകൊണ്ട് ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അവർ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ അവര് ഇവര് നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മൾ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു സെക്സ് എഡ്യൂക്കേഷൻ അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നമ്മൾ എടുക്കുന്നില്ല. പോണാണെങ്കിൽ തന്നെ അതിലും കുറെ വയലൻസ് ഉണ്ട്. അപ്പൊ പോസിറ്റീവ് ആയിട്ട് ഒരു സ്ത്രീക്ക് എന്താണ് വേണ്ടത് എന്നുള്ള നിലക്കുള്ള ഒരു അഡ്രസ്സിങ് വരുന്നില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത്. BDSM മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതൊരു സത്യമായിട്ടുള്ള കാര്യം കൂടിയാട്ടോ. പോൺ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതൊന്നും ശരിയായിട്ടുള്ള നിലപാടുമല്ല. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ശരീരപ്രകൃതി ഉൾപ്പെടെ നമുക്ക് ശരീരം വഴങ്ങാത്തത് ഉൾപ്പെടെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളാതെ ചുമ്മാ അത് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ഉപദ്രവം പോലെ തന്നെയായിരിക്കും ഫീൽ ചെയ്യുക. എല്ലാവർക്കും ഒന്നും ആസ്വദിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അതായത് BDSM ചെയ്യുന്നതോ അല്ലെങ്കിൽ BDSM അങ്ങനെ അതൊരു ക്രൈം ഒന്നുമല്ല. രണ്ടുപേരും ഒരേപോലെ ആസ്വദിക്കുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് ക്രൈം ഒന്നുമല്ല. അതേസമയം ഇപ്പൊ പുരുഷന്മാരെ അവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇതേപോലെയുള്ള പോൺ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇതേ സെയിം സാധനം സെക്സിൽ വന്ന് എക്സിക്യൂട്ട് അത് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർട്ട്ണർ ഇതെന്തോ അത് അന്തം വിട്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ അവർക്കിത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അവർക്ക് പെയിൻ ആണ്, അവർക്കത് താല്പര്യമില്ല, അവർക്ക് BDSM താല്പര്യമില്ല എങ്കിൽ ആ സമയത്ത് അവരോട് അത് കാണിക്കുന്നത് വൻ ക്രൂരതയാണ്. അവിടെ വരുമ്പോൾ അത് ക്രൂരതയാണ്. അതേസമയം രണ്ടുപേരും ഒരേപോലെ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ട് നമുക്കിത് ചെയ്യാം, നമ്മൾ രണ്ടുപേരും ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം രണ്ടുപേരും ഒരിക്കലുമില്ല. ഒരേപോലെ എൻജോയ് സത്യം ചെയ്യാണ്. സത്യം അതെ അതിൽ അതെ അതെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഈ BDSM എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ പേഴ്സണൽ ചോയ്സ് ആയിട്ട് എടുക്കുന്നതും ഈ ഒരാള് BDSM മറ്റേ ആളിൽ പ്രയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് മറ്റേ ആളിനത് റേപ്പാണ്. അതെ 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 അത് അതിലല്ലേ അനിൽ
അതെ അപ്പൊ അതെ അത് കേസ് വരെ മാറാൻ ഇത് ചെയ്യാൻ പറ്റും, മറ്റേ ആളിന് കേസ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇപ്പുറത്തെ ആള് പറയുകയാണ് അത് ഞാൻ BDSM ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ ലീഗലിയോ പോലും അത് നിലനിൽക്കില്ല. അപ്പൊ അതെ ഈ അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇത് എക്സാക്ട്ലി ഇത് അലീന തന്നെയാണ് പറഞ്ഞതിനോട് ശരിക്കും. ചേർത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിൽ ഒരു പോയിന്റ് പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ BDSM ആണ് നോർമൽ സെക്സ്, അങ്ങനെയാണ് സെക്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള റോങ് സിഗ്നൽ ആണ്. BDSM മാത്രം ഫോളോ ചെയ്യുക, അതിൽ മാത്രം ഈ അൽഗോരിതത്തിന്റെ പുറകെ പോയി അതാണ് ആക്ച്വൽ നോർമൽ, അതായത് അക്സെപ്റ്റബിൾ ഫോം ഓഫ് സെക്സ് എന്ന് വിചാരിക്കുന്ന ഒരു തലമുറ, ഒരു 16, 17, 18 വയസ്സുള്ള ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഇത് മാത്രം കണ്ടിട്ട് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലുള്ള അതിൻ്റെ ഒരു റിപ്പർക്കേഷൻ എന്തായിരിക്കും? അയാൾ പാർട്ട്ണറിന്റെ അടുത്ത് ആദ്യം തന്നെ അങ്ങനെ ആയിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. കൺസെന്റോ കോൺവെർസേഷനോ കമ്മ്യൂണിക്കേഷനോ അവിടെ നടക്കുന്നില്ല. അത് ഭയങ്കര റിസ്ക് ഉള്ള സാധനമാണ്. അവിടെയാണ് സെക്സ് എഡ്യൂക്കേഷൻ വരേണ്ടത്, കൺസെന്റിന്റെ ഇത് വിഷയം വരേണ്ടത്, BDSM എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇത് ഇൻഡിവിജ്വൽ ചോയ്സ് ആണെന്ന് പറയുന്നു. ഇൻഡിവിജ്വൽ ചോയ്സ് ആകുമ്പോൾ തന്നെ ഇത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഓക്കെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണെന്ന് പറയുമ്പോൾ തന്നെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനും കൂടാണ് സെക്സ്. അപ്പൊ ഇൻഡിവിജ്വൽ തന്നെ ആവുമ്പോൾ തന്നെ അത് കളക്റ്റീവും കൂടാണ്. അപ്പൊ മറ്റേ ആളിന്റെ ഇത് എപ്പോഴും ചോദിച്ചിട്ടാണ് പിന്നെ മുന്നോട്ട് പോകുന്നത്, അല്ലേ? അതെ അതെ അതെ. കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഫോണിൽ കാണിക്കുന്നില്ല അതിന് മുമ്പ് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന്. BDSM വേറെ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ആണെന്ന് തന്നെ പറയാം. ഇതിനു മുന്നേ ഈ പ്രാക്ടീസിന് മുമ്പേ തന്നെ അതിനൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് എന്താണെന്നും പിന്നെ ഏത് ലിമിറ്റ് വരെ പോവാം, ഓരോരുത്തരുടെ ഹാർഡ് ലിമിറ്റ് എന്താണ്, സോഫ്റ്റ് ലിമിറ്റ് എന്താണ്, ഈ ഒരു ഇത് വലിയൊരു കോൺവെർസേഷൻ തന്നെയാണ്. അവര് തമ്മിൽ ഒരു സേഫ് വേർഡ് തീരുമാനിച്ചു വെക്കും. ഈ ലിമിറ്റിന് മുകളിൽ പോവുകയാണെങ്കിൽ മറ്റേ പാർട്ട്ണർ ആർക്കാണോ ഇത് താങ്ങാൻ പറ്റാത്തത് അവർ ആ സേഫ് വേർഡ് ഉപയോഗിക്കും. പക്ഷെ ഇതൊന്നും ഈ പോണിൽ കാണിക്കുന്നില്ല. അതിൽ ആ പ്രാക്ടീസ് മാത്രമേ കാണിക്കൂ. ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇതിൽ ഇത്ര റൂൾസ് ഉണ്ട്. തീരെ റൂൾസ് ഇല്ലാത്തതല്ല, റൂൾസ് ഉണ്ട്. ആ റൂൾസിന്റെ അകത്ത് നിന്നാണ് ഈ സകല പ്രാക്ടീസ് നടക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ആക്ച്വലി ഫേറ്റൽ വരെ ആവുന്ന കേസസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത്